ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ ഒരു കിടിലനായിട്ടുള്ള ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒരുപാട് പുതിയ ടോപ്പിക്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുകളിൽ കാണാം. നോക്കിക്കേ, റിയാക്ഷൻ A+B gives C+D+Q. ഇതിൽ എയും ബിയും റിയാക്ടൻസ് ആണ്, സിയും ഡിയും പ്രൊഡക്ട്സ് ആണ്, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഈസ് ഫൗണ്ട് ടു ഹാവ് എ പോസിറ്റീവ് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്, ΔS എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ദ റിയാക്ഷൻ വിൽ പോസിബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഈ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്, അതല്ല ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഈ കെമിക്കൽ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്, അതല്ല ഏത് ടെമ്പറേച്ചറിലും പോസിബിൾ അല്ല എന്നാണോ, അല്ല എല്ലാ ടെമ്പറേച്ചറിലും പോസിബിൾ ആണ് എന്നാണോ? എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ എന്താണ്? ΔG ഷുഡ് ബി നെഗറ്റീവ്. ΔG എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ΔGയുടെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ΔG is equal to ΔH minus T ΔS ആണ്. അതിൽ ΔS എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ΔH കണ്ടുപിടിക്കാനുള്ള വല്ല വഴിയുണ്ടോ? ക്വസ്റ്റ്യനിലൂടെ നോക്കിക്കേ, +Q എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ സൈഡാണ്. എയും ബിയും ചേർന്ന് സിയും ഡിയും ഉണ്ടായതിനോടൊപ്പം കുറച്ച് ഹീറ്റ് കൂടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, ഹീറ്റിനെ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഹീറ്റിനെ കൂടെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇത് എക്സോതെർമിക് ആണ് അല്ലേ? ഇത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ആണെന്ന് പറഞ്ഞാൽ ΔH എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ΔH നെഗറ്റീവ് എന്ന് കിട്ടി, ΔS പോസിറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ΔG is equal to -ΔH minus T ΔS അല്ലേ? T ΔS എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണ്, ΔH എന്ന് പറയുന്നത് ഇതും ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് എപ്പോഴും ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ΔG എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഏത് ടെമ്പറേച്ചറിലും ΔG എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ടെമ്പറേച്ചറിലും ഇത് സ്പോണ്ടേനിയസ് ആയിരിക്കും. എല്ലാ ടെമ്പറേച്ചറിലും ഈ റിയാക്ഷൻ പോസിബിൾ ആണെന്ന് അർത്ഥം. ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന നാളത്തെ വൈകുന്നേരത്തെ ലൈവ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അവിടെ പറയുന്ന മുഴുവൻ കോണ്ടന്റും അതിഗംഭീരമായി നിങ്ങൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ ഞാൻ തയ്യാറാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നാളത്തെ ലൈവ് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. ലൈവിന്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ വൈകുന്നേരം ലൈവിൽ കാണാം. ഓക്കെ.